ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. മാനസികാരോഗ്യ മേഖലയെ സമൂഹം വളരെയേറെ തെറ്റിദ്ധാരണകളോടെയാണ് നോക്കിക്കാണുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബംഗളൂരുവിൽ നിംഹാൻ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സൈക്കാട്രി സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, സെൻട്രൽ ലബോറട്ടറി ക്യാമ്പസ്, ഹോസ്റ്റൽ എന്നിവയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം, സ്വയം പര്യാപ്തമായ സാമ്പത്തിക മേഖല, ഗ്രാമീണ വിഭാഗങ്ങളുടെ നൂതന ആശയങ്ങളുടെ പ്രോത്സാഹനം എന്നിവയാണ് മഹോത്സവത്തിന്റെ ലക്ഷ്യം. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 25 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ഓളം കൗമാരക്കാർ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ സ്വർണ്ണ കപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏറ്റുവാങ്ങി. മന്ത്രി GR അനിൽ, MLA-മാർ, മേയർ, ഡെപ്യൂട്ടി മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണ്ണ കപ്പ് ഘോഷയാത്ര വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകി വരുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് എറണാകുളം CBI പ്രത്യേക കോടതി. 2 ലക്ഷം രൂപ പിഴയും നൽകണം. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 CPIM പ്രവർത്തകർക്ക് 5 വർഷം തടവും കോടതി ശിക്ഷ വിധിച്ചു. കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി വിധി. കോവിഡ് മഹാമാരിക്ക് 5 വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ പുതിയ വൈറസ് പടരുന്നതായി റിപ്പോർട്ട്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന HMV വൈറസ് പടരുന്നതായാണ് റിപ്പോർട്ട്. നിരവധി പേരിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പടരുന്നത് ചൈനയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സ്ഥിതിഗതി ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങളുടെ അപേക്ഷകളിൽ തീർപ്പ് വൈകിപ്പിക്കുന്നത് അഴിമതിയായി കണക്കാക്കണമെന്ന് മന്ത്രി P. രാജീവ്. കരുതലും കൈത്താങ്ങും പറവൂർ താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കാൻ ധനാനുമതി നൽകിയതായി മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം താലൂക്കിൽ മുണ്ടക്കൽ വില്ലേജിൽ 3.292 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനായി 26.02 കോടി രൂപയാണ് അനുവദിച്ചത്. ശബരിമലയിൽ ഇക്കുറി മണ്ഡല മഹോത്സവ കാലയളവിൽ 32 ലക്ഷം ഭക്തർ ദർശനം നടത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് 4 ലക്ഷത്തിന്റെ വർധനയാണിത്. വരുമാനത്തിലും 82 കോടിയുടെ വർധനവുണ്ടായി. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 5ാം ടെസ്റ്റ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 185 റൺസിന് പുറത്ത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസീസ് 2-1 മുന്നിലാണ്. മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന BCCI വനിതാ അണ്ടർ 19 ടൂർണമെന്റിന് നാളെ ഛത്രപതി സംഭാജി നഗറിലെ ഗാർവെയർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. അന്താരാഷ്ട്ര തലത്തിലുള്ള നിരവധി വനിതാ ക്രിക്കറ്റ് താരങ്ങൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ഇന്ത്യയിലേക്ക് കടന്ന 4 ബംഗ്ലാദേശി പൗരന്മാരെ തിരിച്ചയച്ച് BSF. ത്രിപുര സെക്ടറിലെ അതിർത്തി വഴി ഇന്ത്യയിലെത്തിയ 4 ബംഗ്ലാദേശികളെയാണ് BSF ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിന് കൈമാറിയത്. ത്രിപുര ഹബീഗഞ്ച് അതിർത്തിയിൽ ഫ്ളാഗ് മീറ്റിംഗ് ശേഷമായിരുന്നു കൈമാറ്റം. സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് അനുയോജ്യമായ 3ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള 110 സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിൽ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ 18ാമത് പതിപ്പ് ഈ മാസം 8 മുതൽ 10 വരെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കും. പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ 27 പേർക്ക് സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അദാലത്തുകളിലെത്തുന്ന പരാതികളുടെ എണ്ണം കുറയുന്നത് സർക്കാരിന്റെ മികച്ച ഇടപെടലിന്റെ സൂചനയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും ചേർത്തല താലൂക്ക് അദാലത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സൗകര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇപ്പോൾ നടന്നുവരുന്ന വികസന പദ്ധതികൾ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പൂർത്തിയാക്കുന്നതോടെ ക്യാൻസർ ചികിത്സാ സൗകര്യവും ഏർപ്പെടുത്തും. കായംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയതായി രൂപകൽപ്പന ചെയ്ത വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പരീക്ഷണ ഓട്ടത്തിൽ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത കൈവരിച്ചു.